എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വാഴക്കൂമ്പ് തോരൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് വാഴക്കൂമ്പ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് അരിഞ്ഞെടുക്കുമ്പം കുറച്ച് വെള്ളത്തിൽ ഒരു ഇച്ചിരി തൈര് കലർത്തിയിട്ട് അതിലേക്ക് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമർപ്പ് ചുവ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വാഴക്കൂമ്പിൻ്റെ ഒരു ഡാർക്ക് കളറായിട്ടുള്ള പോള റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഈ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പൂവ് വളരെ പിഞ്ചാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കറിയുടെ കൂടെ അരിഞ്ഞെടുക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ തുടം വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, ഇത്രയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ കുരുമുളകായിട്ടാണുള്ളതെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 വറ്റൽമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് തയ്യാറാക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ മിക്സിയിലിട്ടുണ്ടെങ്കിൽ ഒതുക്കിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുത്താലും മതി. ഞാനിപ്പോൾ മിക്സിയിലൊന്നിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വാഴക്കൂമ്പാണ് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അരമുറി തേങ്ങയാണ് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വാഴക്കൂമ്പ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നന്നായിട്ട് പോകാനും അതിൻ്റെ കമർപ്പ് ഒഴിവാക്കാനും സാധിക്കും. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ മാക്സിമം മതിയായിരിക്കും ഈ ഒരു വാഴക്കൂമ്പ് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. ആവിയിലിരുന്നാണ് ഈ ഒരു കറി വെന്ത് കിട്ടുന്നത്. 5 മിനിറ്റോളം നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം പറ്റി നല്ലൊരു തോരൻ പരുവായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.